കേൾക്കാനുള്ള ക്ലാസ് വളരെയധികം നന്നായിരുന്നു. എല്ലാവരും നന്നായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിന്നപ്പോൾ എറണാകുളത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സാറിൻ്റെ ക്ലാസ്സിൽ ഞാനിപ്പോൾ 4ാമത്തെ ക്ലാസ് ആയിട്ടുള്ളൂ. എനിക്കും തുടക്കത്തിലൊക്കെ അങ്ങനെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. വളരെ നല്ല ക്ലാസ്സായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അധ്യക്ഷൻ മൂസാജിയെ സംബന്ധിച്ചും മറ്റുള്ളവരുടെ ആശംസാ പ്രസംഗങ്ങളും ഒന്നിനൊന്ന് മികവുറ്റതായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു ക്ലാസ്സായിരുന്നു. ഓർമ്മിക്കാനും ഓർമ്മ വെക്കാനും ഇനി അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ആവരണം കൊണ്ടുവരാനും നല്ല പറ്റിയ ക്ലാസ്സായിരുന്നു. ശ്രമിച്ച വിശ്വാസമുണ്ടെങ്കിൽ പരിശ്രമിച്ച് പരിശീലിച്ച് നേടാൻ പറ്റുന്ന ഒന്നാണ് പ്രസംഗങ്ങൾ. ജീവിത വിജയത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവിടുന്ന് പഠിക്കാൻ സാധിച്ചു. NLP സൈക്കോളജി ക്ലാസ് സാർ ചെയ്യുന്നുണ്ട് വാട്സപ്പ് വഴി. അതുപോലെ തന്നെ പാരൻറ്റിങ് ഉണ്ട്. ഇന്ന് 2ാമത്തെ തവണയാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ ഒരു ഫൈസൽ സാറിൻ്റെ ഞാൻ ഏകദേശം ഒരു 3 ആഴ്ച മുന്നെയാണ് ഫൈസൽ സാറിനെ ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ പുള്ളി ആദ്യക്ക് എനിക്ക് ഒരു ഫോണിലൂടെയുള്ളൊരു മോട്ടിവേഷൻ തന്നിരുന്നു. അത് തന്നെ എനിക്ക് അന്ന് അടുത്തൊരു വേദി കിട്ടിയപ്പോൾ എനിക്ക് വളരെ ഒരു എനർജി ആയിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ 4 പേരുണ്ടായിരുന്നുള്ളൂ. അതിൽ വളരെ മികച്ചൊരു പ്രകടനമാണ് എനിക്ക് മൂസാക്കയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇപ്പോൾ 2ാം തവണ വരുന്നു. 2ാം തവണ വന്നപ്പോൾ അതുപോലെ തന്നെ മികച്ച വേറെ ഇപ്പോൾ അജ്മൽ കാസർഗോഡ്, അതുപോലെ തന്നെ വരുൺ, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ മുഖ്യ പ്രഭാഷകനായ ഷിഹാബ്ദീൻ, അതുപോലെ എനിക്ക് ഇന്ന് ഒരു സുഹൃത്തും കൂടെ കിട്ടി എറണാകുളം സെയ്താലി. പുള്ളി എന്നെ ഇന്നലെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. പിന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു ടെക്നിക്കാണ് പറഞ്ഞത്. പുഴകനും മകനും തമ്മിലുള്ള സംസാരം ശരിക്കും എൻ്റെ കണ്ണിൽ നിറഞ്ഞു പോയി. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടത് വളരെ നല്ല ക്ലാസ്സായിരുന്നു. തീർച്ചയായും പുതിയ കുറേ ആളുകളെ പരിചയപ്പെടാൻ പറ്റി. എനിക്ക് മൂസ ഹാജിനും ഹസീസ് സാറേയും സച്ചിനും മാത്രമേ ഇതിൻ്റെ മുമ്പ് പരിചയം ഉണ്ടായിരുന്നുള്ളൂ. പുതിയ ആളുകളെ ഇതുവഴി കൂടുതൽ സൗഹൃദവും ഒക്കെ കിട്ടുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കൂടാതെ പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനമായിട്ടുള്ള കാര്യം ഒന്ന് പെർസീവറൻസ് ആണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യണം. സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ കൂടി ഇതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം. സാറ് പറഞ്ഞതുപോലെ ഒരു വിഷയത്തിനെ പറ്റി നമുക്കൊരാഴ്ച പ്രസംഗിക്കാനോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു വട്ടം വന്നാൽ മതി എന്നുണ്ടെങ്കിൽ മറ്റേ സാധനങ്ങൾ പഠിച്ച് ഇതിൻ്റെ പോയിൻ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. ഒരു പ്രസംഗമായി തന്നെ പഠിച്ച് വന്ന് അവതരിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ അച്ചടക്കത്തോടു കൂടി ഇത് അവതരിപ്പിക്കാൻ കഴിയും. അത് എല്ലാവർക്കും ഈ രാജകീയ കല സ്വായത്തമാക്കാൻ കഴിയട്ടെ എന്ന് ആദ്യം പറയുന്നു. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ പ്രസംഗിച്ചു. ഓരോരുത്തരെ പേരെടുത്ത് പറയുന്നില്ല. രാവിലെ ഞങ്ങൾ മൂസാജീനെ വിളിച്ചാണ് വന്നിട്ടുള്ളത്. മൂസാജി തീർച്ചയായും ഒരു അത്ഭുതം തന്നെയാണ്. മൂപ്പര് അനിയൻ്റെ മകൻ്റെ നിക്കാഹിന് കൈ പിടിച്ചു കൊടുത്ത് ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. തീർച്ചയായും യാദർശികമായാണെങ്കിലും ഞങ്ങൾ 3 ആളും കയറിയിട്ടുള്ളത് ഒരു ബസ്സിലാണ്. യാത്രയും വളരെ രസകരമായിരുന്നു. ഈ സൗഹൃദവും ഇതുമൊക്കെ തുടരാൻ കഴിയട്ടെ എന്നും ഈ അക്കാദമി നിലനിൽക്കട്ടെ എന്നും ആശംസിക്കുന്നു. പിന്നെ 4 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, സാറ് മോട്ടിവേഷൻ ക്ലാസ് തന്നെയാണ്. സാറ് എടുക്കുന്ന അത് പറയേണ്ടത് വാഗ്മിയെ പറ്റി മറ്റേ ഋഗ്വേദത്തിലൊരു ചൊല്ലുണ്ട്, മിതം ച സാരം ച മിതോമി വാഗ്മിയെന്ന്. വേണ്ടത് വേണ്ട സമയത്ത് ആളുകളുടെ കുറവോ എന്താണ് നമ്മളുടെ പ്രശ്നമുള്ളത് എന്നൊക്കെ സാർ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒരു ഗുരുനാഥനെ കിട്ടിയത് തന്നെയാണ് ആദ്യത്തെ പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അക്കാദമിയിൽ വന്ന് പഠിക്കാനും പിന്നെ ഇവിടുത്തെ പ്രകൃതിയുടെ അന്തരീക്ഷവും നമ്മുടെ നാട്ടിലുള്ളത് പോലുള്ള യാതൊരു ശല്യങ്ങളുമില്ല. ഈ സെൻട്രലൈസ്ഡ് AC ക്ലാസ്സിൽ കയറിയാൽ പിന്നീട് പുറം ലോകവുമായിട്ട് 4-5 മണിക്കൂർ എങ്ങനെയാണ് പോകുന്നത് എന്ന് പോലും അറിയാതെ ആവാൻ കഴിയുന്നുണ്ട്. അത് നല്ലതാണ്. എല്ലാവർക്കും ഇത് സ്വായത്തമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാക്സിമം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ
അതുപോലെ മൂസാജി നമ്മളെ ഈ കയ്യിൻ്റെ ചലനം ശരിയാൻ വേണ്ടി ഇപ്പോൾ സാറ് വന്നു എറണാകുളത്ത് നിന്ന് നമ്മളെ അജ്മൽ കൊല്ലല്ലേ പറഞ്ഞ് കൊല്ലത്തുനിന്ന് വന്നു കാസർഗോഡ്. അപ്പോൾ ഈ കാസർഗോഡ് വന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം അതുപോലെ അദ്ദേഹത്തിൻ്റെ പിന്നെ സംസാരങ്ങളൊക്കെ ഇപ്പോൾ നമുക്കറിയാം ആ ഭാഷൻ്റെ ഗുണമാണ്. അത് കൊല്ലത്തുനിന്ന് പോയി അവിടെ നിന്നപ്പോൾ കൊല്ലത്തെ ഭാഷ ശരിക്കും മനസ്സിലായി. അതുപോലെ അരവിന്ദ് അരീക്കോട്, ഷിയാബ് താണൂർ, നമ്മളെ എറണാകുളം, നമ്മളെ എന്താ പേര് പറഞ്ഞ് സെയ്ദ് മുഹമ്മദ്, പേരുകളൊക്കെ ഓർമ്മയാണ്. സച്ചിൻ കോഴിക്കോട്, അതുപോലെ അസീസ് പാങ്, നമ്മളെ തങ്ങൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് വരല്. സെയ്ദ് മുഹമ്മദ് കുന്നംകുളം, അത് എഴുതാൻ വിട്ടുപോയി, അതൊന്നും കൂടി സോറി പറയുകയാണ്. ഇത് വിനോദ് കുന്നംകുളം, അത് പേരൊന്ന് വിട്ടുപോയതാണ്, എൻ്റെ അടുത്ത് എഴുതാൻ വിട്ടുപോയി. അതായത് എന്താ ഒരു ഇതിൽ ഇപ്പം എന്താ പറയുക, നമ്മളൊരു പുതിയ ഒരു സംഭവം ഇങ്ങനെ സാറ് ഇന്നിപ്പോൾ നമ്മളെ ഈ ഇത് ഇവിടെ ആദ്യമായിട്ട് സാറും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പിന്നെ അസീസ് സാറൊക്കെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ തന്നെ ഇപ്പോൾ ഉഷാറായല്ലോ. ഇന്നിപ്പോൾ പാട്ടും പാടി നല്ല ഇതായിരുന്നു. അതുപോലെ വരുണ് വളരെ ഉഷാറായിട്ടുണ്ട്. എല്ലാവരും നല്ല ഒന്നും എല്ലാം. അതുപോലെ സച്ചിൻ്റെ ഒന്നും കമ്മിയില്ല. സച്ചിൻ വന്ന ദിവസം ഇപ്പോൾ 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ആ വന്ന ഫസ്റ്റിലൊന്നും അത്രയും ഒരു ഇത് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഒന്ന് സാറ് പഠിപ്പിച്ച മാതിരി അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ എൻ്റെ കഥ പറയാതെ തന്നെ കൈ ഇങ്ങനെ പോകണം. നമ്മൾ കണ്ണൂർ എന്ന് പറയുന്നത്